ഇപ്പോഴും നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോയാൽ വ്യാപകമായി കാണാൻ കഴിയുന്ന കാഴ്ച കുടിവെള്ളത്തിന് വേണ്ടി അമ്മമാർ കിലോമീറ്ററുകളോളം നടക്കുന്ന കാഴ്ചയുണ്ട്. അതുപോലെ യുവാക്കൾക്ക് യാതൊരു തൊഴിൽ പരിപാടികളോ ഒരു സംരംഭങ്ങളോ ഒന്നുമില്ല. അവരെയൊന്നും പറ്റി ചിന്തിച്ചിട്ടില്ല. ഇവിടെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡ് 1957 20 ബസ്സുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇന്ന് 400 സർവീസാണ്. അവിടെ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ല. മാസത്തിൽ അപകടങ്ങൾ അവിടെ തുടർക്കഥയാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് ടൗൺ ഹാള് കഴിഞ്ഞ 9 വർഷമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5.5 കോടി രൂപ ചെലവഴിച്ചു, ഇതുവരെ പണി തീർന്നിട്ടില്ല. ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ആശുപത്രി, നമ്മളിവിടെ വലിയ ആശുപത്രിയുണ്ട്. ആശുപത്രിയിൽ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. ജനങ്ങൾക്ക് പോകാൻ തന്നെ പേടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ ഇത്രയും കാലം ഈ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ച MLA അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം വരില്ലേ? അതെ, അതെന്തായിരുന്നു? അപ്പൊ അതിനൊരു ഉത്തരം ഉണ്ടാവില്ലേ? അതാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്. ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. കാരണം അംബേദ്കർ ഗ്രാമം പദ്ധതി ഒരു കോളനിയിൽ 1 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് 10 കോളനികളാണ് അതിന് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞങ്ങൾ വിവരാവകാശ പ്രകാരം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ രേഖകളെല്ലാം എടുത്തു. ഒരു കോളനിയിൽ പോലും 1 കോടി രൂപ ചെലവഴിച്ചിട്ടില്ല. 50 ലക്ഷം രൂപ പോലും ഒരു കോളനിയിലും ചെലവഴിച്ചിട്ടില്ല. ഓരോ കോളനിയിലും ഈ പ്രവർത്തനം നടപ്പാക്കാൻ വേണ്ടി കോളനിയിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി എടുക്കും. അതിൻ്റെ ചെയർമാൻ അവിടുത്തെ MLA ആണ്. ഈ നിലവിലുള്ള MLA ആയിരുന്നു ഓരോ കോളനിയിലെയും ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ അവിടെ നല്ല വീട് വരുമായിരുന്നു, അവിടെ കുടിവെള്ളം പദ്ധതി വരുമായിരുന്നു, അവിടുത്തെ കുട്ടികൾക്ക് പഠന മുറിയും അതുപോലെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥലങ്ങൾ വരുമായിരുന്നു. ഒരു കോളനികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല വീടുകൾ വരുവാൻ ഇതൊന്നും വന്നിട്ടില്ല. നരകയാതനയാണ് ആളുകൾ, നരകയാതന. അതായത് ഒരു വലിയ സാമൂഹിക പ്രശ്നം കൂടിയിട്ടാണ്. അതായത് അവിടെ വളരുന്ന കുട്ടികൾക്കൊരു വലിയ അപകർഷതാബോധമാണ്. കാരണം മറ്റ് ആളുകളെ കാണുന്ന സമയത്ത് അപകർഷതാബോധത്തോടു കൂടി മാത്രം ചിന്തിക്കുകയും മാറി നിൽക്കുകയും പറ്റുന്ന ഒരു തലമുറ ഈ മണ്ഡലത്തിൽ വ്യാപകമായിട്ട് വളർന്നു വരുന്നുണ്ട്. അത് തൊട്ടറിയാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാർ ഇവിടുത്തെ MLA യും MP യും ഒക്കെയാണ്.